വകഫാ ബിറബ്ബിക വക്കീല, അവർക്ക് എപ്പോഴും ഭരമേൽപ്പിച്ച് കാര്യം നടത്തി കൊടുക്കാൻ ഞാൻ നിന്റെയും റബ്ബായ ഞാൻ മതിയോ? എന്താ പ്രശ്നം? പ്രശ്നം പറയാം. എന്താ പ്രശ്നം? എന്താണ് പ്രശ്നം? ഈ ഇരിക്കുന്നതിൽ വലിയൊരു ശതമാനം ആളുകളും ഇത് കഴിഞ്ഞിട്ട് എന്നോട് കാര്യങ്ങൾ പറയാൻ വന്നവരാ. എന്താ പ്രശ്നം? പ്രശ്നം പറയാം. എന്താ പ്രശ്നം? പ്രശ്നം ഈ ആയത്തിൻ്റെ പരിധിയിൽ ഇത്ര കാലം നിസ്കരിച്ചിട്ടും നോമ്പ് വെച്ചിട്ടും ഞാൻ ഇല്ല. അതാ പ്രശ്നം. അല്ലെങ്കിൽ അള്ളാഹു പറഞ്ഞത് തെറ്റാന്ന് പറയേണ്ടി വരും. അപ്പോൾ ഈ കാഫറും അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ. ഇന്ന ഇബാദി ലൈസ ലക അലൈഹിം സുൽത്താൻ, എൻ്റെ ഇഷ്ടദാസന്മാരമ്മേ നിനക്ക് അധികാരം തോട്ടാൻ കഴിയില്ല. സിഹറോ കണ്ണേറോ പോടാ. ആര് പറഞ്ഞു? അള്ളാഹു പറഞ്ഞു. കണ്ണേർ ആരാ കൊണ്ടുവരാ? അൽ-ഐനു ഹഖുൻ, കണ്ണേർ സത്യമാണ്. ആരാ കണ്ണേർ ഉണ്ടാക്കുക? യഅതി ബിഹ ശൈത്വാൻ, കണ്ണേർ കൊണ്ടുവരിക പിശാചായിരിക്കും. പുണ്യ റസൂൽ. ഇവിടെ നിനക്ക് സിഹർ പറ്റി, എൻ്റെ ഉപജീവനം മുടങ്ങിയാൽ മുഖ്യമന്ത്രിയുടെ കിറ്റ് കിട്ടും, അല്ലെങ്കിൽ KMCC തരും, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ACC തരും, അല്ലെങ്കിൽ സാധുക്കളെ കിട്ടിയിട്ട് കിറ്റ് കൊടുക്കാൻ കഴിയാത്ത കിട്ടാതെ കുടുങ്ങി നടക്കണ പല കമ്മിറ്റികളുടെ ഓല് തരും. മേശറിയിൽ ആര് തരും? മേശറിയിൽ ആര് തരും? ഇന്ന ഇബാദി ലൈസ ലക അലൈഹിം സുൽത്താൻ വകഫാ ബിറബ്ബിക വകീലാ. എനിക്ക് ഇഷ്ടപ്പെട്ട ആളുകളുണ്ട്. ലൈസ ലക അലൈഹിം സുൽത്താൻ, അവരുടെ മേൽ നിനക്ക് ഒരധികാരവുമില്ല. വകഫാ ബിറബ്ബിക വകീല, അവർക്ക് അവരുടെ റബ്ബായ ഞാൻ മതിയോ? അപ്പൊ എന്താണ് നിനക്ക് പ്രശ്നം ഉണ്ടാകാൻ കാരണം? എന്തേ സിഹർ ബാധിച്ചു, എൻ്റെ കച്ചവടം പൊട്ടി? എന്താ കാരണം? എന്താ കാരണം? കാരണം പറ. എന്താ കാരണം? എന്താ കാരണം? എത്ര കച്ചവടം എന്നാ പൊട്ടിയത്? 4 അല്ലേ 3 അല്ലേ? സിഹർ ബാധിക്കൂലേ? ബാധിച്ചേക്കാം. ഇതൊരാഴ്ച 2 ആഴ്ച 2 ദിവസം 4 ദിവസം കഴിഞ്ഞ് പറക്കും. എന്റെ ഇന്ന ഇബാദി ലൈസ ലക അലൈഹിം സുൽത്താൻ വകഫാ ബിറബ്ബിക വകീലാ. ഏതാ സൂറത്ത്? എത്ര ആയത്ത്? വേറെ സെബിടുത്തോ? സെബിഞ്ഞുണ്ടല്ലോ. ഇന്ന ഇബാദി ഒരു കേറി തലേക്ക് കേറട്ടെ, ആയത്തോട് കേറട്ടെ തലേക്ക്. ഇന്ന ഇബാദി ലൈസ ലക അലൈഹിം സുൽത്താൻ വകഫാ ബിറബ്ബിക വകീലാ. ഇന്ന ഇബാദി, തീർച്ചയായും എൻ്റെ ഇഷ്ടദാസന്മാർ. എടാ ഇബ്ലീസേ, ലൈസ ലക അലൈഹിം സുൽത്താൻ, അവരുടെ മേൽ നിനക്ക് ഒരധികാരവും ഒരു കാലത്തും ഉണ്ടാവുകയില്ല. വകഫാ ബിറബ്ബിക വകീല, അവർക്ക് വക്കീലാകാൻ നിന്റെയും രക്ഷിതാവായ ഞാൻ മതിയോ? അപ്പൊ എന്തേ പറ്റി? എന്തേ കച്ചവടം പൊട്ടി? അള്ളാന്റെ ഇഷ്ടദാസനായില്ല. പിന്നെ പൊട്ടാൻ വേണ്ടി ചിലർ ആഗ്രഹിക്കും, അവർ പൊട്ടിയേക്കും. അള്ളാന്റെ ഇഷ്ടദാസൻ കച്ചവടം പൊട്ടാതിരിക്കാൻ ആഗ്രഹിച്ചത് പൊട്ടൂല. ഇനി ഒരാഴ്ച പൊട്ടിയെങ്കിൽ 4 ആഴ്ച കുമിഞ്ഞു വരും. 65 ഇസ്രാ ഇബ്ലീസിനോട് അഭിസംബോധന ചെയ്യാണ് റബ്ബ്. തുടക്കം മുതൽ ഓദിക്കാം. ഖാല അറഅയ്തക ഹദല്ലദീ കറംത അലയ്യ ലഇൻ അഖർതനി ഇലാ യൗമിൽ ഖിയാമ. ഒരു മൈക്ക് കൊടുക്കണ്ട, ഒരു മൈക്ക് കൊടുക്കണ്ട പെട്ടെന്ന്. قال أرأيتك هذا الذي كرمت علي لئن أخرتني إلى يوم القيامة لأحتنكن ذريته إلا قليلا. قال اذهب فمن تبعك منهم فإن جهنم جزاؤكم جزاء موفورا واستفزز من استطعت منهم بصوتك وأجلب عليهم بخيلك ورجلك وشاركهم في الأموال والأولاد وعدهم وما يعدهم الشيطان إلا غرورا. إن عبادي ليس لك عليهم سلطان وكفى بربك وكيلا. اللهم اجعلنا من هؤلاء العباد. 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 നല്ല ചൊറുക്ക് കിട്ടും, നല്ല കാല് ആട്ടിയിട്ട് ഇങ്ങനെ ഇരിക്കാം അവിടെ. പക്ഷെ ഈ മജ്ലിസ് എന്ന് പറഞ്ഞാൽ ഈ ഡോറിനപ്പുറത്തില്ല, ഇതിനുള്ളിലെ മജ്ലിസ്. കയറിയിരിക്കും ഇവിടെ പുറത്ത് കാലാട്ടിയിട്ട് അങ്ങനെ കാറ്റും കൊണ്ടിരിക്കാം. ഇത്രയും ആളുകൾ ഇരിക്കണ ചൂടൊന്നും ഉണ്ടാവില്ല. പക്ഷെ ആ കാലാട്ടലേ ഉണ്ടാവുള്ളൂ, ഇതിനപ്പുറത്തേക്ക് മജ്ലിസില്ല.
قال أرأيتك أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم قال أرأيتك هذا الذي كرمت علي لئن أخرتني إلى يوم القيامة لأحتنكن ذريته إلا قليلا قال اذهب فمن تبعك منهم فإن جهنم جزاؤكم جزاء موفورا واستفزز من استطعت منهم بصوتك وأجلب عليهم بخيلك ورجلك وشاركهم في الأموال والأولاد وعدهم وما يعدهم الشيطان إلا غرورا إن عبادي ليس لك عليهم سلطان وكفى بربك وكيلا. എൻ്റെ കൂടെ ഒരു 3 വട്ടം അവസാനത്തെ ആയത്തോടി എന്നിട്ട് മോട്ടോർ സൈക്കിൾ പോകുമ്പോഴൊക്കെ ഈ ആയത്ത് ഇങ്ങനെ ഓടുക. റബ്ബേ, ഈ ആയത്തിൻ്റെ ബർക്കത്തുകൊണ്ട് എന്നെ ആ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി തരണേ എന്ന് പറയാം. പിന്നെ പേടിക്കണ്ട. ഇന്ന ഇബാദി 65 അല്ലേ, ഇസ്രാ 65. ഇന്ന ഇബാദി ലൈസ ലക അലൈഹിം സുൽത്താൻ വകഫാ ബിറബ്ബിക വകീലാ. ഇന്ന ഇബാദി ليس لك عليهم سلطان وكفى بربك وكيلا. إن عبادي ليس لك عليهم سلطان وكفى بربك وكيلا. إن عبادي എൻ്റെ ഇഷ്ടദാസന്മാർ ലൈസ ലക അലൈഹിം സുൽത്താൻ, അവർക്ക് മേൽ നിനക്കൊരു അധികാരവും ഉണ്ടാവില്ല. അവരെ പൊട്ടിക്കാൻ ഒരാൾക്ക് കഴിയില്ല. വഖഫാ ബിറബ്ബിക വകീല, അവർക്ക് എപ്പോഴും ഭരമേൽപ്പിച്ച് കാര്യം നടത്തി കൊടുക്കാൻ ഞാൻ നിന്റെയും റബ്ബായ ഞാൻ മതിയോ? എന്താ പ്രശ്നം പറയാം. എന്താണ് പ്രശ്നം? ഈ ഇരിക്കുന്നതിൽ വലിയൊരു ശതമാനം ആളുകളും ഇത് കഴിഞ്ഞിട്ട് എന്നോട് കാര്യങ്ങൾ പറയാൻ വന്നവരാ. എന്താ പ്രശ്നം പറയാം. എന്താ പ്രശ്നം? ഈ ആയത്തിൻ്റെ പരിധിയിൽ ഇത്ര കാലം നിസ്കരിച്ചിട്ടും നോമ്പ് വെച്ചിട്ടും ഞാൻ ഇല്ല. അതാ പ്രശ്നം. അല്ലെങ്കിൽ അള്ളാഹു പറഞ്ഞത് തെറ്റാന്ന് പറയേണ്ടി വരും. അപ്പോൾ ഈ കാഫറും അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ. ഇന്ന ഇബാദി ലൈസ ലക അലൈഹിം സുൽത്താൻ, എൻ്റെ ഇഷ്ടദാസന്മാരമേ നിനക്ക് അധികാരം തൊട്ടാൻ കഴിയില്ല. സിഹറോ കണ്ണേറോ പോടാ. ആര് പറഞ്ഞു? അള്ളാഹു പറഞ്ഞു. കണ്ണേർ ആരാ കൊണ്ടുവരാ? അൽ-ഐനു ഹഖ്ഖുൻ, കണ്ണീർ സത്യമാണ്. ആരാ കണ്ണീർ ഉണ്ടാക്കുക? യഅതി ബിഹ ശൈത്വാൻ, കണ്ണീർ കൊണ്ടുവരിക പിശാചായിരിക്കും. ഉണ്ണി റസൂൽ. മനുഷ്യന്റെ അസൂയ കൊണ്ട് കണ്ണീറുണ്ടോ? പക്ഷെ കൊണ്ടുവരുന്നത് ആരാ? പിശാച്. അൽ-ഐനു ഹഖ്ഖുൻ, കണ്ണീർ സത്യമാണ്. യഅതി ബിഹ ശൈത്വാൻ, പിശാചാണത് കൊണ്ടുവരുന്നത്. വഹസദു ബിനി ആദമ, മനുഷ്യന്റെ അസൂയയും. അപ്പൊ അവിടെ ആരുണ്ടാവും? പിശാചിനോ ഒരധികാരം? പ്രശ്നം എന്താ? പ്രശ്നം മൂത്താപ്പാന്റെ ഭാര്യനെ ചീത്ത പറയണ്ട, മൂത്തമ്മാന്റെ പെണ്ണുങ്ങളെ ചീത്ത പറയണ്ട. ഒരു ചെയ്തതാണ്. എൻ്റെ തൊട്ടടുത്ത പീഡിയക്കാരനെ ചീത്ത പറയണ്ട. എൻ്റെ പറ്റടുത്ത മറ്റോൻ ചെയ്തതാണ് പറയണ്ട. ഓൾ ചെയ്തിട്ടുണ്ടാവും, അവൻ സത്യം തന്നെ. പക്ഷേ അവൻ ചെയ്താലും നിനക്കൊരു ചുക്കും പറ്റൂല. ഈ ആയത്തിന്റെ ഉള്ളിലാണെങ്കിൽ ഇന്ന ഇബാദി ലൈസ ലക അലൈഹിം സുൽത്താൻ വകഫാ ബിറബ്ബിക വകീലാ. അവർ ചെയ്യും. അത് അവരുടെ പരലോകത്തെ നഷ്ടമായിരിക്കും. അല്ലാഹു കാക്കട്ടെ. നിനക്ക് ചില്ലറ ദിവസങ്ങൾ പ്രശ്നം ഉണ്ടാവും, പിന്നെ എവിടെയും പ്രശ്നം ഉണ്ടാവില്ല. അവിടെ ഏതായാലും പ്രശ്നം ഉണ്ടാവില്ല. എന്ത് പറ്റും? നിനക്ക് എന്ത് പറ്റും? എന്ത് പറ്റാൻ?
എന്ത് പറ്റാൻ? ഈ ലോകം മുഴുവനും അസൂയ ചെയ്ത നടത്തിയ ഒരാളുടെ പേര് പറയാം. ഈ ലോകത്തുള്ള ഭൂരിപക്ഷത്തിനും അസൂയയുള്ള ഒരാളുടെ പേര് പറയാം. പറയട്ടെ? മുഹമ്മദ്. എന്ത് പറ്റി? എല്ലാവർക്കും അസൂയ. ജീവിച്ച കാലത്ത് ഭൂരിപക്ഷത്തിന് അസൂയ, ഇന്നും ഭൂരിപക്ഷത്തിന് അസൂയ തന്നെ. എന്താ കാരണം? ഐഷ ബീവിയെ കിട്ടിയതല്ല, അസൂയ. പിന്നെ മാന്താൻ നോക്കും എവിടെയെങ്കിലും ഒരു കുറ്റം കാണാൻ. ആ കുറ്റത്തിന്റെ മോനെ അടിച്ചിട്ട് ഞാൻ ഓടച്ച് ഞാൻ കീശയിലിട്ടിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് നിറവ് എന്ന പുസ്തകം വായിക്കുക. ഐഷബിയുമായി ബന്ധപ്പെട്ടത് മുഴുവനും ഞാൻ ചുരുട്ടി മുടക്കി ഒഴിച്ചിട്ടുണ്ട്. ആദ്യമലിനി ഒരാൾക്ക് അനങ്ങാൻ കഴിയില്ല. ഇൻഷാ അല്ലാഹ്. ലോകത്ത് എല്ലാവർക്കും അസൂയ, എല്ലാവർക്കും ചെയ്യണം, എല്ലാവർക്കും സീർ കാണിക്കണം. എന്നിട്ട് എന്തുണ്ടായത്? ഇന്ന ഇബാദി ലൈസ ലക അലൈഹിം സുൽത്താൻ വകഫാ ബിറബ്ബിക വകീലാ. നീ അല്ലാഹുവിന്റെ ആളാണെങ്കിൽ നിനക്ക് അല്ലാഹു എല്ലാം തരും. എന്ത് തരും? അധികാരം തരും. എന്തധികാരം? എന്തു തരും? എന്തിന്റെ? ഞാൻ ഒരു ആയത്ത് തരാം. സൂറത്ത് ഇബ്രാഹിമിലെ 11-12 ആയത്തുമേൽ വെച്ചിട്ട് ഞാൻ പുതിയ ആയത്ത് തരാം. മറക്കരുത്. ആ ആയത്ത് ബഹുമാനപ്പെട്ട പരിശുദ്ധ ആല ഇമ്രാനിൽ നിന്ന്. ആല ഇമ്രാൻ 26-ാമത്തെ ആയത്ത്. 27 കൂട്ടിയ നല്ലത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ആല ഇമ്രാൻ 26-27. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. قل اللهم مالك الملك تؤتي الملك من تشاء وتنزع الملك ممن تشاء وتعز من تشاء وتذل من تشاء بيدك الخير إنك على كل شيء قدير. تولج الليل في النهار وتولج النهار في الليل وتخرج الحي من الميت وتخرج الميت من الحي وترزق من تشاء بغير حساب. حسبي ربي جل الله ما في قلبي غير الله على النبي صلى الله لا إله إلا الله. حسبي ربي جل الله على النبي صلى الله لا إله إلا الله. ആല ഇമ്രാൻ 26. നിനക്ക് എന്താ കിട്ടാത്തത്? നിനക്ക് എന്താ കിട്ടാത്തത്? എന്ത് കിട്ടും? ആര് തരും? അല്ലാഹു തരും. വഅല റബ്ബിഹിം യതവക്കലൂൻ വഅലല്ലാഹി ഫല്യതവക്കലിൽ മുഅ്മിനൂൻ. അവസാനത്തെ ആയത്തിന്റെ അവസാന ശകലം ഏത് അധ്യായം? സൂറത്ത് ഇബ്രാഹിം 11. വഅലല്ലാഹി ഫല്യതവക്കലിൽ മുതവക്കിലൂൻ. സൂറത്ത് ഇബ്രാഹിം 12. അത് വിശദീകരിക്കാണ്. അടുത്ത ആഴ്ച തന്നെ വിശദീകരിക്കും, പിന്നെ വിശദീകരിക്കും ഇൻഷാ അല്ലാഹ്. ഇടയിൽ കയറുക. അള്ളാഹിനെ ഏൽപ്പിച്ചോ, അള്ളാഹ് തരും. എന്ത് തരും? അള്ളാഹ് തരും. എന്തും. അർത്ഥം കേട്ടോ? കണ്ണ് തുറന്നിരുന്നോ? അർത്ഥം കേട്ടോ? ഖുലില്ലാഹുമ്മ, ഖുൽ നബി തങ്ങൾ പറയുക, ജനങ്ങൾക്ക് അറിയിച്ചു കൊടുക്കുക, ഒരു വാക്ക് പഠിപ്പിക്കുക, ഒരു പ്രാർത്ഥന പഠിപ്പിക്കുക. അല്ലാഹുമ്മ, അല്ലാഹുവേ, മലിക്കൽ മുൽക്ക്, എല്ലാ അധികാരത്തിന്റെയും ഉടമക്കാരനായ അല്ലാഹുവേ, തുഅ്തിൽ മുൽക്ക്. ഓതിയ പോരാ ഇബ്രാഹിമേ, പറഞ്ഞത് കേട്ടോ. ഇതിനൊരർത്ഥം പറയുമ്പോഴാണ് ഞാൻ എൻ്റെ റബ്ബിൻ്റെ സഹായത്താൽ. ഖുലില്ലാഹുമ്മ, ഖുൽ നബിയെ തങ്ങൾ പറഞ്ഞു കൊടുക്കുക, ഒരു പ്രാർത്ഥന ജനങ്ങളെ പഠിപ്പിക്കുക. എന്താണ് പ്രാർത്ഥന? അല്ലാഹുമ്മ, അല്ലാഹുവേ, മാലിക്കൽ മുൽക്കി, സർവാധികാരങ്ങളുടെയും ഉടമക്കാരനായ അല്ലാഹുവേ,
തുതിൽ മുൽക, ആ അധികാരം അങ്ങനെ തന്നെ നീ കൊടുത്തേക്കുമല്ലോ, മൻ തശാ, നീ ഉദ്ദേശിക്കുന്ന ഏതൊരാൾക്കും. എന്തും ആകാശം നിയന്ത്രിക്കാനുള്ള അധികാരം കൊടുത്തേക്കാം, ഭൂമി നിയന്ത്രിക്കാനുള്ള അധികാരം കൊടുത്തേക്കാം, നക്ഷത്രങ്ങൾ നിയന്ത്രിക്കാനുള്ള അധികാരവും കൊടുത്തേക്കാം. അൽ മുൽക്ക് അൽ മുൽക്ക് അൽ മുൽക്ക് അൽ മുൽക്ക് ഖുലില്ലാഹുമ്മ. ചെവി തുറന്നിരുന്നോളി മൂല്യന്മാരെ. ഖുലില്ലാഹുമ്മ അല്ലാഹു നസ്സുൽ ഖുർആന. മാലിക്കൽ മുൽക്കി, അൽ മുൽക്കിന്റെ ഉടമക്കാരനെ, അൽ മുൽക്കിന്റെ ഉടമക്കാരനെ, അധികാരത്തിന്റെ ഉടമക്കാരനെ. തൂത്തി, നീ കൊടുത്തേക്കുമല്ലോ, അൽ മുൽക്ക, അതേ അൽ മുൽക്ക്, മൻ തശാ, നീ ഉദ്ദേശിച്ചു. എന്തേ സൂര്യനെ പിളർത്താഞ്ഞു? പറയടാ, എന്താടാ സൂര്യനെ പിളർത്താഞ്ഞു? സൂര്യനെ പിളർത്താൻ അവർ ആവശ്യപ്പെട്ടില്ല. അന്തല്ലാത്തവന്. അപ്പൊ കുറച്ച് മൂല്യന്മാർ ഇറങ്ങിയിട്ടുണ്ട്, ബുദ്ധിക്ക് അംഗീകരിക്കാൻ കഴിയാത്ത കറാമത്തുകൾ പറയാൻ പാടില്ല. അവർക്കൊക്കെ സംഘടനകളുണ്ട്, അവർക്ക് വലിയ തൽമഹണ്ണന്മാർ വന്നു. അള്ളാഹു തആല അവർക്ക് അന്തം കൊടുത്തില്ല. അവർക്ക് ഖുർആൻ അറിയില്ല, പടച്ചമ്പുരാന്റെ കലാം അറിയില്ല. കളകളെന്ന് പറഞ്ഞ് പാഞ്ഞപ്പോൾ അള്ളാഹു കൽബിൽ നിന്ന് പരിശുദ്ധ വെളിച്ചം നീക്കി. അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ. അള്ളാഹു അർത്ഥം ഖുലില്ലാഹുമ്മ. ഞാൻ എൻ്റെ കുട്ടികളോട് പറയണേ, പിന്നെ എൻ്റെ ശിഷ്യന്മാരായ, എൻ്റെ പ്രായത്തിനേക്കാൾ താഴെയുള്ള എൻ്റെ ശിഷ്യന്മാരായ കൊല്ലങ്ങളായി എൻ്റെ അടുത്ത് വരുന്ന എൻ്റെ കുട്ടികളോടാണ് ഞാൻ എടാന്ന് പറഞ്ഞത്. മാപ്പാക്കണം, ബാക്കിയുള്ളവരോടല്ല. അർത്ഥം വെക്ക്. ഖുലില്ലാഹുമ്മ ഖുൽ. നബിയെ, തങ്ങളൊരു പ്രാർത്ഥന പറഞ്ഞു കൊടുക്കുക. അല്ലാഹുമ്മ, അല്ലാഹുവേ, മാലിക്കൽ മുൽക്കി, അൽ മുൽക്കിന്റെ ഉടമക്കാരനെ, തുഅ്തി, നീ കൊടുത്തേക്കുമല്ലോ, അൽ മുൽക്ക, ആ അൽ മുൽക്ക്, മൻ തശാഉ, നീ ഉദ്ദേശിച്ചു. ആ കൂട്ടത്തിൽപ്പെട്ട ആളല്ല സി എം എന്ന് ആരെന്നോട് പറഞ്ഞു? ആണെന്ന് ഞാൻ പറയുന്നില്ല, അല്ലാന്ന് എന്നോട് ആരാ പറഞ്ഞു? എന്തിനാ വെറുതെ കളിക്കുന്നത്? എന്തിനാ കുറിച്ചേക്കട വാങ്ങുന്നത്? അതിൽപ്പെട്ട ആളല്ല കണ്ണിയത്തിന് ആരെന്നോട് പറഞ്ഞു? അതിൽപ്പെട്ട ആളല്ല വരക്കലിന് ആരെന്നോട് പറഞ്ഞു? അതിൽപ്പെട്ടതല്ല മൊഹീദ്ദീൻ ശേഖിന് ആരാണ് എന്നോട് പറഞ്ഞു? അപ്പൊ ആകാശം ഭൂമിയിലെ അധികാരം മുഴുവൻ കൊടുത്തേക്കും. അർത്ഥം വെക്കടാ. നസ്സുൽ ഖുർആനല്ലേ ഇത്? ഖുലില്ലാഹുമ്മ. ഇത് അള്ളാഹ്ക്ക് എങ്ങനെ പറഞ്ഞോടായിരുന്നു? എങ്ങനെ പറഞ്ഞു? എന്ത്? തുഅ്തി മിനൽ മുൽക്കി മൻ തശാഉ, അധികാരത്തിൽ നിന്ന് അല്പം നീ ആർക്കൊക്കെയെങ്കിലും കൊടുത്തേക്കാം. അങ്ങനെ ഉണ്ടായിരുന്നു. ഇത് അൽ മുൽക്ക്, അൽ മുൽക്ക്. ഖുലില്ലാഹുമ്മ. അർത്ഥം വെക്ക്. ഇന്ന നോക്കി പേടിപ്പിക്കണ്ട, അർത്ഥം വെക്ക്. ആണുങ്ങളുണ്ടെങ്കിൽ അർത്ഥം വെക്കടാ. അതല്ല ഇവിടെയും പറഞ്ഞു. ഖുലില്ലാഹുമ്മ, അല്ലാഹുമ്മ, അല്ലാഹുവേ, മാലിക്കൽ മുൽക്കി, അൽ മുൽക്കിന്റെ ഉടമക്കാരനെ, തൂത്തിൽ മുൽക്ക, ആ അൽ മുൽക്ക് നീ കൊടുത്തേക്കും, മൻ തശാഉ, നീ ഉദ്ദേശിച്ചു. അങ്ങനെ കൊടുക്കും, അങ്ങനെ കൊടുക്കാം. വിമാനം ചങ്ങായി ആകാശത്തിന് ഇങ്ങനെ അങ്ങനെ കഷ്ണം കഷ്ണാക്കിയിട്ട് കീശിലിട്ടു സി എം എന്ന് പറഞ്ഞാൽ എനിക്കല്ല അത്ഭുതമൊന്നുമില്ല. എന്തുകൊണ്ട്? അസമിനും അതിൽപ്പെട്ട ആളായേക്കാം, എനിക്കറിയില്ല. ഞാൻ ബാധിക്കണില്ല, അല്ലാന്ന് ഞാൻ ബാധിക്കൂല. എന്തുകൊണ്ട്? തൂത്തിൽ മുൽക്ക മനുഷ്യ. സുലൈമാൻ നബി പറഞ്ഞത് എനിക്ക് മുൽക്കിൽ നിന്ന് കിട്ടിയെന്ന. ഇവിടെ പറഞ്ഞത് മുൽക്കിൽ നിന്നല്ല, മുൽക്കെന്നെ കൊടുക്കുന്ന. സുലൈമാൻ നബി പറഞ്ഞത് എനിക്ക് മുൽക്ക് മുഴുവനുമല്ല. സുലൈമാൻ നബി പറഞ്ഞു. സുലൈമാൻ നബി അല്ല, സുലൈമാൻ സയ്യിദ് യൂസുഫ് ഇസ്ലാം. റബ്ബി ഖദ് ആതൈതനി മിനൽ മുൽക്ക്, റബ്ബി ഖദ് ആതൈതനിൽ മുൽക്കാനല്ല, റബ്ബി ഖദ് ആതൈതനി മിനൽ മുൽക്ക്. റബ്ബേ, നീ എന്നും എനിക്ക് മുൽക്കിൽ നിന്ന് തന്നുവല്ലോ, മുൽക്കിൽ നിന്ന് തന്നുവല്ലോ. അതിനപ്പുറം കൊടുക്കും. എനിക്ക് മുൽക്കിൽ നിന്നേ തന്നുള്ളൂ. മുൽക്കിൽ നിന്നല്ല, ഞാൻ മുൽക്ക് എന്നോട് കൊടുക്കും. കൊടുക്കാത്ത ഒന്നേ ഉള്ളൂ, ഇലാഹിയത്ത്, ആരാധനക്കർഹൻ അവൻ മാത്രമാണ്. വേറെന്തിനും വേറെ ആരെയും അധികാരിയാക്കും. ഇതിനില്ല. ഇതിന് ആരാധനക്കർഹൻ ഒരാളെ ഉള്ളൂ. മറ്റേതോ കൊടുത്തേക്കും, കൊടുക്കും. മുൽക്ക്. സയ്യിദ് യൂസുഫ് പറഞ്ഞു, എനിക്ക് മുൽക്ക് കിട്ടിയില്ല, മുൽക്കിൽ നിന്ന് കിട്ടി.
അള്ളാഹ് പറഞ്ഞു ഞാൻ മുൽക്കിൽ നിന്നല്ല കൊടുക്കുക, മുൽക്കിന് കൊടുക്കും. കളിച്ചാലോ മുൽക്ക് വാങ്ങിയേക്കും ചെയ്യും. കളിച്ചാൽ വാങ്ങി വെക്കും. നീ ഉദ്ദേശിച്ചവരെ നീ യോഗ്യനാക്കും. നീ ഉദ്ദേശിച്ചവരെ നീ നിന്ദനാക്കും. ബിയദിക്കൽ ഖൈർ, എല്ലാം നിന്റെ കയ്യിലാണ്. അല്ലാഹു തൗഫീഖ് തരട്ടെ, അല്ലാഹു തൗഫീഖ് തരട്ടെ, അല്ലാഹു തൗഫീഖ് തരട്ടെ, അല്ലാഹു തൗഫീഖ് തരട്ടെ. قل اللهم مالك الملك تؤتي الملك من تشاء وتنزع الملك ممن تشاء وتعز من تشاء وتذل من تشاء بيدك الخير إنك على كل شيء قدير تولج الليل في النهار وتولج النهار في الليل وتخرج الحي من الميت وتخرج الميت من الحي وترزق من تشاء بغير حساب. ഉമർ ബിൻ ഖത്താബിന്റെ മകനാണ് ഇബ്ൻ ഉമർ. ഇബ്ൻ ഉമറിന്റെ മകനാണ് സാലിം ഇബ്ൻ ഉമർ. ഒരിക്കൽ ഹിശാം ഇബ്നു അബ്ദുൽ മലിക് രാജാവ് കഅബ തവാഫ് ചെയ്യാൻ വേണ്ടി വരുമ്പോൾ മതാഫിൽ തവാഫ് ചെയ്യുന്നുണ്ട്. പൊട്ടിപ്പൊളിഞ്ഞ 2 ചെരുപ്പും ഇടത്തെ കയ്യിൽ പിടിച്ചിട്ടുമുണ്ട്. വസ്ത്രമാകട്ടെ 2 ദിർഹമിന് പോലും വിലയില്ലാത്തതുമാണ്. ആരുടെ? സാലിമിന്റെ. സാലിമിന്റെ പേരിട്ട് റളിയല്ലാഹു അൻഹു പറയുന്നു. ദാരമോനാ ഇബ്നു ഉമറിന്റെ. ഇബ്നു ഉമർ ആരാ? അഷ്ഹറു ഫുഖഹാഇ സ്വഹാബ, സ്വഹാബത്തിലെ ഏറ്റവും വലിയ പണ്ഡിതനാണ് സയ്യിദ്ന ഇബ്നു ഉമർ. ആൺകുട്ടിയാ. ആരാ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു? ബാപ്പയും മകനും ഇരിക്കുമ്പോൾ മുത്തുനബി ചോദ്യം ചോദിച്ചു. ബാപ്പാക്ക് കിട്ടിയില്ല, മകന് കിട്ടും പറഞ്ഞില്ല. ബാപ്പാക്ക് വിഷമല്ലെന്ന് വിചാരിച്ചിട്ട് പിന്നെ കഴിഞ്ഞപ്പോ ഒറ്റക്ക് പറഞ്ഞ നബിയെ എനിക്ക് എന്റെ ഉത്തരം അറിയും. പിന്നെന്താ പറഞ്ഞേ? ബാപ്പ മുന്നിൽ ഇരിക്കുന്നുണ്ട്, ബാപ്പാക്ക് അറിയില്ലാന്ന് മനസ്സിലായി. ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു ഇബ്നു ഉമറിന്റെ മകനാണ് റളിയല്ലാഹു അൻഹു. സാലിം ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു. സാലിം ഇബ്നു ഉമർ ഇബ്നു ഖത്താബ്, ഇബ്നു ഉമർ ഇബ്നു ഖത്താബ് മനസ്സിലായില്ലേ? ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ മകനായ ഇബ്നു ഉമർ തങ്ങളുടെ മകനായ സാലിം പൊട്ടിപ്പൊളിഞ്ഞ 2 ചെരുപ്പുകൾ പലയിടത്തും പൊട്ടിയിട്ടുണ്ട്. അത് ഇടത്തെ കയ്യിൽ പിടിച്ചിട്ടുണ്ട്. മതാഫിൽ ചുറ്റുകയാണ്, തവാഫ് ചെയ്യുകയാ. വസ്ത്രമാകട്ടെ ആ വസ്ത്രമാകൽ മക്കങ്ങാടിയിൽ 2 ദിർഹമിന് പോലും വിലയില്ലാത്തതുമാണ്. അത്രയും മോശപ്പെട്ട വസ്ത്രം ധരിച്ചു. അപ്പോൾ ഹിശാം രാജാവ്, ഹിശാമിന്റെ ഒരു ചരിത്രം കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞിരുന്നു, ഓർമ്മല്ലേ? മറക്കരുത്. ഇനി പറയില്ല, ഞാൻ ചരിത്രം പറയില്ല. ഇത് 2ാമത്തെ ചരിത്രമാണ്. വലിയ രാജാവാ, വലിയ കോടിപതിയാ. ഓ ആരാ അങ്ങക്കറിയൂലേ? 11 മക്കൾക്കും വീതം വെച്ചത് സ്വർണ്ണ നാണയങ്ങൾ. ഓരോ മില്യൺ, 1 മില്യൺ, ഒരാൾക്കൊരു മില്യൺ. 10 ലക്ഷം സ്വർണ്ണ നാണയങ്ങളാണ്. 10 ലക്ഷം സ്വർണ്ണ നാണയങ്ങളാണ് ഓരോ മക്കൾക്കും. എത്ര മക്കളുണ്ടായിരുന്നു? 11. അതാ ഹിശാം. അപ്പൊ ഹിശാം ഇബ്നു ഉമറിനെ കണ്ടപ്പോ വിഷമം തോന്നി. അപ്പൊ രാജാവ് ചോദിച്ചു, സാലിം അതൊക്കെ എന്തെങ്കിലും വേണോന്ന് ചോദിച്ചു. എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്നോട് പറഞ്ഞു. അപ്പോൾ പറഞ്ഞു, നിനക്ക് ലജ്ജല്ലേ എന്നോടത് പറയാൻ? അള്ളാന്റെ വീട്ടിൻ്റെ അടുത്ത് എൻ്റെ അരികിൽ വെച്ച് ഞാൻ എന്നോട് പറയേ, എൻ്റെ റബ്ബിനോട് പറയണ്ടേ നേരത്തെ? ഇത് പറയോ? രാജാവിനോട് കൊല്ലാനും കുഴിച്ചിടാനും കഷ്ണാക്കാൻ അധികാരമുള്ളവരാ ഓര്. കൊന്നവരാണോ ഒരു കൊന്നിന് കയ്യും കണക്കില്ല അമവികൾ. മനസ്സിലായില്ലേ എന്തേ പറഞ്ഞത്? അല്ല കാജ എനിക്ക് എന്തിനു ആവശ്യമുണ്ടോ ചോദിച്ചു. മതസ്ഥായി എനിക്ക് ലജ്ജല്ലേ എന്നോട് അള്ളാന്റെ വീട്ടിൽ വെച്ച് എനിക്ക് എന്തിനു ആവശ്യമുണ്ടോ എന്ന് ചോദിക്കാൻ? എന്നോട് അവിടെ ആവശ്യം പറയണ്ടേ? അപ്പോൾ ഒരുത്തരം എന്താ പറയാ, ഒരു ലജ്ജ വന്നു. ആർക്ക്? രാജാവിന്. രാജാവ് മെല്ലെ മാറി ആളുകളോട് പറഞ്ഞു, സാലിം എങ്ങോട്ടാ പോണെന്ന് നോക്കിക്കളയുന്നു. ഇയാൾക്ക് സാലിമിനെ കൊടുക്കണം. ഖത്തറിന്റെ പേരെ കുട്ടിയാ, പൈസ ഇല്ലാത്തതുകൊണ്ടാണ്. അപ്പൊ അങ്ങനെ പട്ടാളക്കാരെ നോക്കി സാലിം തവാഫൊക്കെ കഴിഞ്ഞ് എല്ലാം കഴിഞ്ഞ് പിന്നെ മത്താഫിൽ നിന്ന് മസ്ജിദുൽ ഹറമെന്ന് പുറത്തേക്ക് ആടി.
മസ്ജിദുൽ ഹറമിൽ നിന്ന് പുറത്തേക്ക് ചാടിയപ്പോൾ ആരോ പട്ടാളക്കാർ വന്ന് ഹിശാമിനോട് പറഞ്ഞു പുറത്തുണ്ട്. പെട്ടെന്ന് ചെന്നു, മുന്നിൽ ചെന്ന് തടഞ്ഞു. മസ്ജിദുൽ ഹറാം, നമ്മൾ മസ്ജിദുൽ ഹറാമിന്റെ പുറത്താണ്, അപ്പുറത്താണ്. അല്ല ഹാജ എന്നൊക്കെ ആവശ്യം ചോദിച്ചു. അപ്പോൾ ചോദിച്ചു മിൻ ഉമൂരി ദുനിയ വ മിൻ ഉമൂരിൽ ആഖിറ, ആഖിറത്തിന്റെ ആവശ്യമോ ദുനിയാവിന്റെ ആവശ്യമോ എന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു ആഖിറത്തിന്റെ ആവശ്യം എന്നോട് ചോദിച്ചിട്ട് കാര്യമില്ല, ദുനിയാവിന്റെ ആവശ്യമാണ് ഞാൻ ചോദിച്ചത്. ഉമൂറു ദുനിയ ലാ അസ്അലു മാലിക ദുനിയ ഫകൈഫ അൻത, ദുനിയാവിന്റെ കാര്യം ഞാൻ ദുനിയാവിന്റെ ഉടമക്കാരോട് ചോദിക്കില്ല, പിന്നെന്തോ എനിക്ക് ചോദിക്കാനുള്ളത് ആഖിറാണ്, അതിന് എന്നോട് പറ്റൂല. വണ്ടി വിട്ടോ ആൺകുട്ടി. എന്തുകൊണ്ട്? വഅലാ റബ്ബിഹിം, ഒന്നും ആവശ്യമില്ല. എങ്ങനെയുണ്ട്? മനസ്സിലായില്ലേ? മസ്ജിദുൽ ഹറാമിന്റെ പുറത്തേക്ക് വന്നപ്പോൾ പട്ടാളക്കാർ വന്ന് തെരഞ്ഞ് രാജാവ് ഓടി വന്നു. സലിമേ, ഇപ്പൊ നമ്മൾ മസ്ജിദുൽ ഹറാമിന്റെ പുറത്താണ്, കഅബയുടെ അടുത്തല്ല. അല്ല ഹാജ. അപ്പോൾ പറഞ്ഞു ഹാജത്തോ, ഹാജത്തുണ്ട്. മിൻ ഉമൂരി ദുനിയ വ മിൻ ഉമൂരിൽ ആഖിറ. എന്താ ഇത് ചോദിച്ച ആവശ്യം? ദുനിയാവിന്റെ കാര്യമോ ആഖിറത്തിന്റെ കാര്യമോ? ഇല്ല, ആഖിറത്തിന്റെ കാര്യം എന്നോട് ചോദിച്ചൊരു കാര്യമില്ല, ദുനിയാവിന്റെ കാര്യം. അമ്മാ ഉമൂറു ദുനിയ ഫലാ അസ്അലു മാലിക ദുനിയ ഫകൈഫ അൻത, ദുനിയാവിന്റെ കാര്യം ഞാൻ ദുനിയാവിന്റെ ഉടമക്കാരനോട് ഇക്കാലം വരെ ചോദിച്ചിട്ടില്ല. എനിക്കൊന്ന് അങ്ങനെ തരണം, ഇങ്ങനെ തരണം, ഇക്കാലം വരെ എന്റെ ഉള്ളതുകൊണ്ട് ഞാൻ പറഞ്ഞിട്ടില്ല ദുനിയാവിന്റെ കാര്യം. പിന്നെ എനിക്ക് ആകെ ആവശ്യം അതിനെ എന്നോട് പറ്റൂല, ഇജനെ പറഞ്ഞാൽ പറ്റൂല. വണ്ടി വിട്ടോ, എനിക്ക് ആവശ്യമില്ല. എങ്ങനെയുണ്ട്? കയ്യിലുള്ള എന്താ മര്യാദക്കൊരു ചെരുപ്പില്ല. മനസ്സിലായില്ലേ? ചിന്തിക്ക്. എന്താ സംഭവം? ഖനാഅത്താണ്. ഖനാഅത്ത് എന്നാൽ ഉള്ളത് കൊണ്ട് തൃപ്തര, ഒന്നും അവർക്ക് ആവശ്യം ഉണ്ടാവില്ല. بترك المشتهى والفاخر من مطعم وملابس ومنازل. ഏതാ കിതാബ്? وقنا بترك المشتهى والفاخر من مطعم وملابس ومنازل. ഏതാ കിതാബ്? മഖ്ദൂം തങ്ങളുടെ മഖ്ദൂമുൽ കബീറിന്റെ AD 1564 ജനിച്ചിട്ട് AD 1622 വഫാത്തായി. ബഹുമാനപ്പെട്ട മഖ്ദൂമുൽ കബീർ റളിയല്ലാഹു അൻഹു. وقنا بترك المشتهى والفاخر من مطعم وملابس ومنازل. ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടുക, ബിതർക്കിൽ മുസ്തഹ, ആഗ്രഹിക്കപ്പെടുന്ന സംഗതിയെ ഉപേക്ഷിക്കൽ കൊണ്ട്, ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെട്ട. വേറൊരാൾക്ക് ലഭിക്കുന്ന ഭക്ഷണം നീ കൊതിക്കരുത്, വേറൊരാൾക്ക് ലഭിക്കുന്ന വസ്ത്രം നീ കൊതിക്കരുത്, വേറൊരാൾക്ക് ലഭിച്ചിട്ടുള്ള വീടും നീ കൊതിക്കരുത്. ഒക്കെ തൃപ്തിപ്പെട്ട അല്ലാഹ്. ഇതിനെ തവക്കുലിന് ഒരു വ്യാഖ്യാനം പറയാം. എന്താ തവക്കുലിന് ഒരു വ്യാഖ്യാനം പറയാം. എന്താ തവക്കുൽ? അല്ലാഹു അപ്പോൾ തരുന്നതിൽ തൃപ്തിപ്പെടുന്നതിനാണ് തവക്കുൽ അറിയാം. അപ്പൊ കിടക്കാരനാവുന്നതിൽ തൃപ്തിപ്പെടുക, അപ്പൊ കാശിയാരനാവുന്നതിൽ തൃപ്തിപ്പെടുക, അപ്പൊ രോഗിയാവുന്ന തൃപ്തിപ്പെടുക. ചികിത്സിക്കേണ്ടതല്ല, വിഷമം പറയരുത്. എന്തും ഒക്കെ വഹബിന് മുനബ്ബഹ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഖറജൽ ഗിനാ വൽ ഇസ്സു യജൂലാനി, നാട് ചുറ്റാനിറങ്ങി പ്രതാപവും സമ്പത്തും പ്രതാപവും നാട് ചുറ്റാനിറങ്ങി. ഫൽതഖയ അൽ ഖനാഅ, അപ്പോഴാണ് ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടുക എന്നതിനെ കണ്ടെത്തിയത്. ഫസ്തഖറ, പിന്നെ അവിടുന്ന് പോയില്ല, അവിടെ തന്നെ. മനസ്സിലായില്ല? ഒരു ഉപമയാണത്. രണ്ടാൾ നാട് ചുറ്റാനിറങ്ങി, ഒന്ന് സമ്പത്ത്, ഒന്ന് പ്രതാപം. രണ്ടാളും നാട് ചുറ്റാൻ വേണ്ടി ഇറങ്ങി. രണ്ടാൾ ആരൊക്കെ?
ഒന്ന് സമ്പത്തും ഒന്ന് പ്രതാപവും. നാട് ചുറ്റാൻ ഇറങ്ങി ഫൽതഖയാ, അങ്ങനെ രണ്ടാളും കണ്ടെത്തിയാരെയാൽ കനാഅത്തിന്. എന്താ കനാഅത്ത്? ഉള്ളതോട് തൃപ്തിപ്പെടുക. എന്താണോ അന്നത്തെ അവസ്ഥ അതിൽ തൃപ്തനാവുക, ആരോടൊന്നും പറയരുത്. പിന്നെ അവർ രണ്ടാളും അവിടെ നിന്ന് പോയതേയില്ല, അവിടെ തന്നെ നിന്നു. ഇപ്പൊ സമ്പത്ത് എവിടെ? കനാഅത്തിൽ. പ്രതാപം എവിടെയാ? കനാഅത്തിൽ. മനസ്സിലായില്ല? എനിക്ക് പറഞ്ഞത് മനസ്സിലായോ? ഓൻ വലിയ മുതലാളിയാ, ഈ അത്ര മുതലാളിയല്ല. അപ്പോൾ ഓനൊരു മോശം ചെയ്തു. ഓൻ അപ്പുറത്ത് ഇരിക്കുന്ന സാധുവായ മനുഷ്യനെ ഉപദ്രവിച്ചു. മുതലാളിയാണ്. നിനക്കാകട്ടെ ഇജ് മുതലാളി അല്ലതാണ്, എന്നാലും എന്തെങ്കിലും കുടിഞ്ഞുകൊടുത്ത് സഹായിക്കാൻ പറ്റിയ ആളാണ് ഓന് എങ്കിൽ അങ്ങനത്തെ ഒരു പ്രതീക്ഷ ഉണ്ടെങ്കിൽ ഇജി മിണ്ടൂല. ഈ സദസ്സിൽ ഒരാൾ ഇരിക്കുന്നുണ്ട്. അയാൾ 2 ആഴ്ച മുമ്പ് എന്നോട് വന്ന് പറഞ്ഞു, ഈ സദസ്സിൽ ഒരാൾ ഇരിക്കുന്നുണ്ട്. ഇപ്പോൾ ഇവിടെ ഫ്രണ്ട് റോയിലുണ്ട് ഒരാൾ, ഇവിടെ ഇരിക്കേണ്ട ഒരാൾ. അയാൾ 2 ആഴ്ച മുമ്പ് എന്നോട് വന്ന് പറഞ്ഞു, എൻ്റെ നാട്ടിലെ ഒരു അക്രമിയായ മനുഷ്യൻ വല്ലാത്തൊരു അക്രമം എന്നോട് ചെയ്തു. ഞാൻ പലരോടും പറഞ്ഞു, ഒരു പരിഹാരം ഉണ്ടായില്ല. അവസാനം ഉസീക്കും ബിത്തഖ്വല്ലാഹ് എന്ന് പറഞ്ഞ് എല്ലാ വെള്ളിയാഴ്ചയും മനുഷ്യന്മാരുടെ നീർക്കോലി തലയാട്ടുമ്പോൾ തലയാട്ടുന്ന പള്ളിയിലെ ഖത്തീബിന് പോയി പറഞ്ഞു. അട്ടേലൊക്കെ ഇരിക്കുമ്പോൾ നീർക്കോലി തലയാട്ടുമ്പോൾ തലയാട്ടുന്ന ആളാണല്ലോ ഖത്തീബ്. അയാൾ ആദ്യം തന്നെ പറയുന്നത് എന്തും സ്വലാത്തും ചൊല്ലിയ, പിന്നെ പറയുന്നത് ഉസീക്കും ബിത്തഖ്വല്ലാഹ്, നമ്മളൊക്കെ പടച്ചോനെ പേടിച്ചോളിയാണ്. അപ്പൊ ആ നാട്ടിലെ തീരെ പടച്ചോനെ പേടില്ലാത്തൊരു അക്രമി എന്നോട് വലിയൊരു ദ്രോഹം ചെയ്തു. എല്ലാരോടും ഞാൻ പറഞ്ഞു. അപ്പോൾ അവരൊക്കെ പറഞ്ഞു ദ്രോഹാണ ചെയ്ത്, ദ്രോഹം തന്നെ, പക്ഷേ ഞങ്ങൾക്കൊന്നും ചെയ്യാൻ കഴിയില്ല. അവസാനം എല്ലാരോടും ദ്രോഹിക്കാൻ പാടില്ല എന്ന് പറയുന്ന ഏറ്റവും വലിയ നാട്ടിലെ നീർക്കോലിയായ ഖത്തീബിനോട് പോയി പറഞ്ഞു, നിങ്ങൾ ഇതിൽ ഇടപെടണം. അപ്പൊ മൂപ്പര് പറഞ്ഞു, ഓനാവുമ്പോ എനിക്ക് ഇടപെടാൻ കഴിയൂല. പിന്നെ ഇത് എന്തിനാ എന്ത് മുണങ്ങിയിട്ടാണ് ആളുകളോട് തഖ്വല്ലാഹ് എന്ന് പറയുന്നത്? വെള്ളിയാഴ്ച കുളുമുറിന്ന് പോയി നിങ്ങൾ പോയിക്കോളി, എനിക്കുളുമുറിയില്ല. അങ്ങനെയൊക്കെ പറഞ്ഞാൽ ഖത്തീബന്മാരെ കുറ്റം പറഞ്ഞാൽ ഖത്തീബന്മാരും പുറത്താക്കുന്ന പണി പോയുടെ പണി നോക്കിയിട്ട് ആ ആൾ ഇവിടെ ഇരിക്കുന്നുണ്ട്, ഇവിടെ ഉണ്ടാവും, ഇവിടെ ഉണ്ടാവും. ഞാൻ ആർക്കെങ്കിലും കാണണമെങ്കിൽ ക്ലാസ് ഞാൻ ഒറ്റ കാണിച്ചതാണ്. ഇവിടെ ഉണ്ടാവും, ഇവിടെ ഉണ്ടാവും, ഇവിടെ ആളുണ്ട്, ഇവിടെ ഉണ്ട്, ഇവിടെ 4 വരിന്റെ ഉള്ളിലുണ്ട് അയാൾ. ഞാൻ കാണണോ? ഒറ്റ കാണിച്ചത്. അങ്ങനെ ഉണ്ടെങ്കിൽ അത് മൂപ്പര് വിട്ടതായിരിക്കും. എങ്ങനെ കാണണോ? ജി മാറിന്നോ? കാണിച്ചു. പിന്നെ ബാക്കി പറയണില്ല. ഞാൻ മോശം, ഞാൻ എപ്പുറം പറയണില്ല. നിന്റെ മയനെന്താ? എന്താ പ്രശ്നം ഓൻ ആ നാട്ടിലെ ഏറ്റവും വലിയ മുതലാളിയാണ്. അപ്പോൾ അവനോട് പറയാൻ മൗലിയരുമല്ല. അതേ മൗലിയര് ആ നാട്ടിലെ സാധുരെ തെറ്റിയിട്ടാൽ അന്ന് പുറത്താക്കും, അപ്പ പുറത്താക്കും. എന്തേ? സാധുവിനെ പുറത്താക്കിയ ഒരു നഷ്ടമില്ല. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. ആമീന്നൊക്കെ പറഞ്ഞ തിരക്കടില്ല. നല്ലൊരു ശ്വാസമാണ് പോകും. അതുകൊണ്ട് പഠിച്ചോനെ കിട്ടുന്നിരുന്നുണ്ട്. ആമീനൊക്കെ 10-25 കൊല്ലമായിട്ട് കേൾക്കുന്ന ആളാണ് ഞാൻ. നിങ്ങളെ കുറെ മീനി ഞാൻ കേട്ടതാ. ആ സേസ് മീനി ഞാൻ കുറെ കേട്ടതാ. ആദ്യം മനുഷ്യന് നീതിക്ക് പഠിക്കണം. നീതി അതിലാണ് പഠിക്കേണ്ടത്. അള്ളാഹുവിന്റെ ദീന് നിസ്കാരത്താമ്പല്ലടാ പോട്ട. അള്ളാഹുവിന്റെ ദീന് അതിലാണ്, നീതിയാണ്. അള്ളാഹുവിന്റെ നീതിയാണ്. അള്ളാഹ്ക്ക് ഏറ്റവും ഇഷ്ടം നീതിമാനെയാണ്. അള്ളാഹു ആ കൂട്ടത്തിൽ നമ്മൾ ഉൾപ്പെടുത്തട്ടെ. അവർക്ക് പറ അള്ളാഹു തല ഉൾപ്പെടുത്തട്ടെ.